വർക്കില്ലാത്തൊരു ദിവസം പുറത്തു പോയ വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അലാറം കേട്ടാണ് എണീറ്റത്. അങ്ങനെ അതൊക്കെ കണ്ട് മൊബൈൽ ഫോണും എടുത്ത് ചായ എടുത്ത് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഞാനിപ്പോൾ. പിന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ഇനിയും കൂടെ നിൽക്കണം, എങ്കിലേ നല്ല നല്ല വീഡിയോ ഞാൻ ചെയ്യൂ. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു മഴ. പിന്നെ കുറച്ച് നേരം അതും കണ്ടുകൊണ്ടിരുന്നു. അതും കണ്ട് തിരിച്ച് വീട്ടിൽ കയറിയപ്പോഴാണ് ടേബിളിൻ്റെ പുറത്ത് ഒരാളിരിക്കുന്നത്, അതും ഫോണും നോക്കി. എൻ്റെ ചേച്ചിയുടെ കൊച്ചാണ് ഗൈസ് ഇത്. ആള് ഡേഞ്ചറാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് റെഡിയായി. ഒന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. കുറേ നാളായി എവിടെയെങ്കിലും ഇറങ്ങിയിട്ട്. ഞാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് കുടുംബപാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. തിരുവനന്തപുരത്താണ് ഈ സ്ഥലമുള്ളത്. ഒരു മലയാണ്, നമുക്ക് പോയി കാണാം. അങ്ങനെ വെള്ളേക്കടവെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ആറ് കണ്ടുകൊണ്ടാണ് വണ്ടി നിർത്തിയത്. അങ്ങനെ അവിടെ നിന്ന് നേരെ തിരിച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് 14 കിലോമീറ്റർ ഉണ്ട് ഗൈസ് ഈ പറഞ്ഞ കുടുംബപാറയിലേക്ക്. വീഡിയോ കണ്ടിട്ട് ആരും ലൈക്ക് ചെയ്യാതെ പോകരുത്. നിങ്ങളുടെ ലൈക്കിലും കമൻറ്റിലുമാണ് എൻ്റെ എല്ലാ വീഡിയോസും ഇരിക്കുന്നത്. കാണാത്തവർക്ക് അയച്ചു കൊടുക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. എനിക്ക് ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊന്നും അറിഞ്ഞുകൂടാ, പഠിച്ചു വരണതേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ റെഡിയാക്കുന്നതായിരിക്കും. അങ്ങനെ നല്ലൊരു വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എത്താറായി. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇപ്പം വണ്ടി ഒന്ന് സൈഡാക്കി. അങ്ങനെ നമ്മൾ എത്താറായി. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അവസാനം നമ്മൾ എത്തേണ്ടടുത്ത് എത്തി ഗൈസ്. ഈ മല കയറി ചെല്ലുന്നതാണ് കുടുംബപാറ.
ഈ നടന്നിറങ്ങുന്നത് ഞാനാണ്. കുറേ നേരം വീഡിയോയും ഫോട്ടോയും എടുത്ത് നിന്നു അവിടെ. ഇവിടെ വൈകുന്നേരം വരുന്നതായിരിക്കും നല്ലത്. നല്ല ക്ലൈമറ്റുള്ള ദിവസം ഇറങ്ങിയാൽ മതി. ദൂരെ കുറച്ച് പയ്യന്മാർ മാത്രമുണ്ട്, പിന്നെ ഞാനും. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല, തിങ്കളാഴ്ച ആയതുകൊണ്ടായിരിക്കാം. ഈ സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. പിന്നെ വേറെ ഒന്നുമില്ല, കുറേ നേരം അവിടെ നിന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം.